ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ കേരളത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. ദേശീയപാത വികസനത്തിന് 50,000 കോടിയുടെ 31 പദ്ധതികൾ നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് 10,000 കോടിയാണ്. തിരുവനന്തപുരം ഔട്ടർ റോഡിന് 5,000 കോടിയും അങ്കമാലി ബൈപ്പാസിന് 6,500 കോടിയും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ. അർജുൻ, വലിയ പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത്. എത്ര തുകയാണ്, എത്ര പദ്ധതികളാണ്? സ്മൃതി, ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് 31 പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മന്ത്രി വിശദീകരിച്ചത്. നിലവിൽ 20,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി, 60,000 കോടി രൂപയുടെ പദ്ധതികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് 31 പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം പാലക്കാടിനെ വടക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന 5 പാക്കേജുകൾ പ്രഖ്യാപിക്കുകയാണ്. പാലക്കാട് മലപ്പുറം ദേശീയപാത 4 വരിയാക്കാൻ വേണ്ടി 10,840 കോടി രൂപ ചെലവഴിക്കും. 120 കിലോമീറ്ററാണ് ദൂരം. ഇതടക്കം 5 പാക്കേജുകൾ അതിൻ്റെ തുടങ്ങാൻ പോവുകയാണ് എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി 6,500 കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ DPR നടപടികൾ പുരോഗമിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ ഈ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് വേണ്ടി 5,000 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ ഭാഗമായി 62.7 കിലോമീറ്റർ ദൂരമാണ് വികസിപ്പിക്കുക. ഈ പദ്ധതി 5 മാസത്തിനുള്ളിൽ തുടങ്ങാൻ കഴിയുമെന്നും മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും എല്ലാവിധ പിന്തുണയും ഈ കേരളത്തിൻ്റെ നിക്ഷേപക സൗഹൃദമാക്കാൻ വേണ്ടിയുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിനും ഉള്ളത്. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകുന്നത്.